ഒരുപാട് പേരുടെ സന്തോഷങ്ങൾക്കും ഒത്തിരി പേരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനാണ് ഓരോ കുടുംബത്തിൽ നിന്ന് ആളുകളൊക്കെ പ്രവാസികളാകുന്നത്. അങ്ങനെ ഒരു പ്രവാസിയുടെ അനുഭവം, വലിയ സങ്കടങ്ങൾ തോന്നി. ഒരു നല്ല വീട്, മകളുടെ വിവാഹം, ഈ സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം ദമാമിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട ഒരു സുബൈർ കുട്ടി എന്ന് പറയുന്ന ഒരാളുടെ അനുഭവം. 48 വയസ്സാണ് ഈ ഒരു മനുഷ്യന്. ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ ഒരു തീപിടുത്തത്തിലാണ് ഈ ഒരു സുബൈർ കുട്ടി എന്ന 48-കാരൻ മരണപ്പെട്ടത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. അസീസ് സുബൈർ കുട്ടി എന്നാണ് മുഴുവൻ പേര് ശരിക്കും. ഇദ്ദേഹം ദമാമിലൊരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരികയാണ്. അങ്ങനെ ഈ റൂമിൽ പാചകവാതകം ചോർന്നത് മൂപ്പര് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉറങ്ങാൻ കിടന്ന അസീസ് മുറിയിൽ നിറഞ്ഞിരുന്ന ഈ പാചകവാതം ചോർന്നതറിയാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ലൈറ്റ് തെളിയിക്കുന്നതിന് സ്വിച്ച് ഇട്ടപ്പോഴാണ് വലിയൊരു പൊട്ടിത്തെറിയോടെ മുറിയാകെ തീ പടർന്നു. ആ പൊട്ടിത്തെറിയോടൊപ്പം പരന്ന പുക ശ്വസിച്ചാണ് അബോധാവസ്ഥയിലായ അസീസിന് മരണം സംഭവിക്കുന്നത്. ഉടൻ തന്നെ ഗുരുതരാവസ്ഥയിൽ ദമാമിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ഒരാഴ്ചയായിട്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നെങ്കിലും നില വഷളായിട്ട് ഇന്നലെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. 4 മാസങ്ങൾക്ക് മുൻപാണ് ഈ അസീസ് സുബൈർ കുട്ടി എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ പോയി വന്നത്. അതിലേറ്റവും സങ്കടം എന്താ വെച്ചാൽ നാട്ടിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു അസീസ്. അങ്ങനെ ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം ഒരു 2.5 വർഷം മുൻപാണ് ഒരു സ്വദേശിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തുന്നത്. എല്ലാ പ്രവാസികളെയും പോലെ, സാധാരണ പ്രവാസികളെയും പോലെ കുടുംബത്തിൽ ഒരു നല്ല വീട്, മക്കളെ കല്യാണം കഴിപ്പിച്ചേക്കുക, ഈ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു വരവ്. അവിടെ ആരോഗ്യം നോക്കിയിട്ടോ ഭാഷ നോക്കിയിട്ടോ ഒന്നുമല്ല. 2 പെൺകുട്ടികളുടെ പിതാവായ അസീസ് മൂത്ത മകളുടെ വിവാഹമൊക്കെ നടത്തി. പഠനം പൂർത്തീകരിച്ച ഇളയ മകളുടെ വിവാഹം നടത്തണം, കെട്ടുറപ്പുള്ള നല്ലൊരു വീട് അടക്കമുള്ള നിരവധി ആവശ്യങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയാക്കണം. ഇങ്ങനെയാണ് അസീസ് ഒരു പ്രവാസിയായത്. 4 മാസങ്ങൾക്ക് മുൻപാണ് ആദ്യ അവധിക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്തിയത്. അപ്പോഴൊക്കെ അവരോട് പറഞ്ഞു, നമുക്ക് നല്ലൊരു വീടാവും, 2ാമത്തെ മോളെ കിട്ടിക്കും, ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും എന്നുള്ളത്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു അപകടത്തിൽ കരിഞ്ഞമർന്നുപോയി. ഈ അപകട വിവരം അറിഞ്ഞ് ദമാമിൽ തന്നെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മരുമകൻ അൻസാർ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ഭാര്യയുടെ പേര് ഷീജ, ജാസ്മിൻ, തസ്നി, ഇങ്ങനെയാണ് 2 മക്കളുള്ളത്. നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം ഈ മയ്യത്ത് സൗദിയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനമുള്ളത്. നമ്മുടെയൊക്കെ ഈ വീഡിയോ കാണുന്ന പലരുടെ കുടുംബത്തിലും പ്രവാസികളുണ്ടായിരിക്കും. ഈ വീഡിയോ കാണുന്ന പ്രവാസികൾ തന്നെ ഉണ്ടാവും. അള്ളാഹു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രവാസികളായ എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും ദീർഘായുസ്സും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ഒരു മരണപ്പെട്ടു പോയ കുടുംബത്തിന് ക്ഷമ നൽകാനും ആ ഒരു മരണപ്പെട്ട ആൾക്ക് വേണ്ടി നമ്മളൊക്കെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം.